أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന സദുദ്ദേശത്തോടുകൂടെ നമ്മൾ തുടങ്ങിവെച്ച ഹദീസ് പഠന ക്ലാസ് ഇന്ന് 50-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 50-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ച ഈ ക്ലാസ്സുകളിൽ കഴിഞ്ഞ 49 ദിവസവും നമ്മൾ ചർച്ച ചെയ്തത് മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത് ഗ്രന്ഥമാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ 49ഓളം ദിവസങ്ങളിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും അവിടുത്തെ തിരുവചനങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ എത്ര പേര് ആ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എന്നുള്ളത് നാം ഒരു ആത്മപരിശോധന നടത്തുക. ഒരു പ്രസംഗത്തിൻ്റെ ശൈലിയിലുപരി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കാൻ, യഥാർത്ഥമായിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ആഗ്രഹവും അഭിലാഷവും വളരെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആകർഷണീയമായ പ്രസംഗമോ ആകർഷണീയമായിരിക്കുന്ന നിങ്ങളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗമോ ഇല്ലാതെ നിങ്ങളൊക്കെ ഈ ക്ലാസ്സുകളിൽ വളരെ ആഗ്രഹത്തോടു കൂടെ പഠനാർഹമായ ഈ ക്ലാസ് പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തോടു കൂടെ കേൾക്കുന്നതിൽ, പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രസംഗത്തിൻ്റെ ശൈലിയോ പ്രസംഗത്തിൻ്റെ ആകർഷണീയതയോ അല്ല മുഖ്യം, അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് തുടർന്നു കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിച്ചതും. സഹോദരങ്ങൾ, അതുകൊണ്ട് ഇന്നത് 50-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 1.5 മാസത്തോളമായി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബ്, ആ കിതാബിലെ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് പൂർത്തിയാക്കണം. നിങ്ങളെല്ലാവരുടെയും സഹകരണം അതിനുണ്ടാകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് ഞാൻ വളരെ വളരെ താഴ്മയോടുകൂടെ നിങ്ങളോടെല്ലാവരോടും അപേക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ വജ്ഹാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നതും നമ്മളിത് പകർത്തുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടെയാണ് നമ്മളിതിന് തുടക്കം കുറിച്ചതും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമുക്കുണ്ടാകും. അത് നമ്മൾ മറക്കണ്ട. നാം പറഞ്ഞല്ലോ, നമ്മൾ മുമ്പ് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, വിജ്ഞാനം പഠിക്കുന്നവർക്കുള്ള മഹത്വങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെയൊക്കെ ഹദീസുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി ആവർത്തിക്കുന്നില്ല. സഹോദരങ്ങളെ, നമുക്ക്
ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ രക്തസാക്ഷികളുടെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞു, രക്തസാക്ഷികൾ ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വിവിധ വിഷയങ്ങളുമായിട്ട് സംവദിക്കാമെന്നാണ് നിങ്ങളോട് ആദ്യമേ ഉണർത്താനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യായം 236. അടിമത്ത വിമോചനത്തിൻ്റെ പുണ്യം. അടിമകളുണ്ടായിരുന്ന ഒരു കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അടിമത്ത സമ്പ്രദായത്തെ പാടെ ഭൂമിയിൽ നിന്നും അകറ്റാൻ വേണ്ടി തന്നെയാണ് അടിമത്ത വിമോചനത്തിന് വേണ്ടിയിട്ട് വളരെ പുണ്യമുണ്ട്, അടിമയെ മോചിപ്പിക്കുന്നതിന് വളരെ പുണ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ പഠിപ്പിക്കുകയും ഇസ്ലാം മതത്തിൽ അതിന് വളരെയേറെ പുണ്യമുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ അടിമത്ത മോചനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ മുസ്ലിങ്ങളെ സജ്ജരാക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു പോന്നിരുന്നത്. അടിമത്ത വിമോചനത്തിൻ്റെ പുണ്യം. അധ്യായം 236. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ ബലദിൽ 11-13 ആയത്തുകളാണ് പറഞ്ഞത്. അഖബയിൽ എന്താണ് നിങ്ങൾ തള്ളി കയറാത്തത്? അഖബ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അത് അടിമത്ത മോചനമാണത്. സൂറത്തുൽ ബലദ് 11-13. അഖബ എന്നാൽ അത് അടിമത്ത മോചനമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളത് തള്ളിക്കയറാത്തതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമായ ഒരടിമയെ ആരെങ്കിലും സ്വതന്ത്രനാക്കിയാൽ ആ അടിമയുടെ അവയവത്തിന് പകരം സ്വാതന്ത്ര്യം നൽകിയവന്റെ ഓരോ അവയവവും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അവന്റെ ഗുഹ്യസ്ഥാനത്തിന് പകരം ഇവന്റെ ഗുഹ്യസ്ഥാനം വരെ ഈ വിധം മോചിപ്പിക്കും. ബുഖാരി 11-519, മുസ്ലിം 22-22 1509 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ദർറ റളിയല്ലാഹു അൻഹു നിവേദനം, ഏറ്റവും പുണ്യകരമായ കർമ്മം ഏതാണെന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനുള്ള വിശ്വാസവും അവന്റെ മാർഗത്തിലുള്ള സമരവുമാണത്. ഏത് അടിമയെ മോചിപ്പിക്കുന്നതാണ് ഉത്തമമെന്ന് ഞാൻ തുടർന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഉടമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കൂടുതൽ വിലയുമുള്ള അടിമയെ മോചിപ്പിക്കുന്നതാണ് ഉത്തമം. അടിമത്തത്തെ അന്ന് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അവനെ സ്വതന്ത്രനാക്കുന്നതിന് അത്യധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നരകത്തിൽ നിന്നുള്ള മോചനമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പല കുറ്റകൃത്യങ്ങളും പ്രായശ്ചിത്തമായി കൽപ്പിച്ചത് അടിമത്ത വിമോചനമാണ്. മോചിതനായ അടിമയും വിമോചകനും തമ്മിൽ സ്വത്തിനു വരെ അവകാശബന്ധം സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. അടിമകൾക്ക് മതകാര്യങ്ങളുടെ നേതൃത്വവും ഭരണവും നൽകിയതും അവരെയും മാന്യരായി പരിഗണിച്ചതും ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, അടിമത്ത മോചനത്തിന് വളരെ പുണ്യം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. അധ്യായം 237, അടിമകൾക്ക് ഗുണം ചെയ്യുക. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിനെയും അവരോട് പങ്കു ചേർക്കാതിരിക്കുക. മാതാപിതാക്കൾ, അടുത്ത കുടുംബങ്ങൾ, അനാഥർ, അഗതികൾ, അടുത്ത അയൽക്കാർ, അകന്ന അയൽക്കാർ, സ്നേഹിതർ, വഴിയാത്രക്കാർ, നിങ്ങളുടെ അധീനതയിലുള്ളവർ എന്നിവർക്ക് നന്മ ചെയ്യുക. സൂറത്തുൻ നിസാ 36. മഅ്റൂർ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ ഞാൻ അബൂ ദർറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹം ധരിച്ച അതേ തരം വസ്ത്രമാണ് അദ്ദേഹത്തിന്റെ അടിമയും ധരിച്ചിരുന്നത്. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ഒരാളെ അസഭ്യം പറഞ്ഞു, അവന്റെ ഉമ്മാക്ക് പറഞ്ഞുകൊണ്ട് അപമാനിച്ചു. തത്സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജാഹിലിയത്തിന്റെ അംശങ്ങൾ നിന്റെ സ്വഭാവത്തിൽ ഇപ്പോഴുമുണ്ട്. നിശ്ചയം അവർ നിങ്ങളുടെ സഹോദരന്മാരും അടിമകളുമാണ്. അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലാഹു. അതിനാൽ ആരുടെയെങ്കിലും അധീനതയിൽ തന്റെ സഹോദരദാസനുണ്ടെങ്കിൽ താൻ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവനെയും ഭക്ഷിപ്പിക്കട്ടെ, ധരിക്കുന്നത് അവനെയും ധരിപ്പിച്ചു കൊള്ളട്ടെ. അവർക്ക് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ വേണ്ടി വന്നാൽ അതിൽ നിങ്ങൾ അവരെ സഹായിക്കണം. ബുഖാരി 180-ലും 81-ലും മുസ്ലിം 1661-ലും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൃത്യൻ നിങ്ങളുടെ മുമ്പിൽ ആഹാരം കൊണ്ടുവന്നാൽ അവനെ കൂടെ ഇരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അവന് 1 or 2 പിടി നൽകുക. കാരണം അവനാണ് അത് പാചകം ചെയ്തത്. ബുഖാരി 9502 503 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അടിമത്ത കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ സർവന്റുകളുള്ള കാലമാണല്ലോ. നമ്മൾ ആ വേലക്കാരോട് അല്ലെങ്കിൽ വേലക്കാരികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? സത്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പഠിപ്പിച്ചത്? വേലക്കാരികളോട് എങ്ങനെ പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. സ്വന്തമായി അടിമയായിരിക്കുന്ന ആളെപ്പോലും നിങ്ങൾ എന്താണോ ഉടുക്കുന്നത് അതവരെയും ഉടുപ്പിക്കുക, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതവരെയും കഴിപ്പിക്കുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ വേലക്കാരോട് കാണിക്കേണ്ട ആ മര്യാദ എന്താണ്? വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വേലക്കാരനോട് പോലും നല്ല രീതിയിൽ പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഒരു വേലക്കാരനെ പോലും, ഒരു ഭക്ഷണമുണ്ടാക്കിയ ഭൃത്യനെ പോലും കൂടെ ഇരുത്തുന്നില്ലെങ്കിൽ 1 or 2 പിടി അവന് നൽകണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. വേലക്കാരോട് കാണിക്കുന്ന കാരുണ്യം എത്രത്തോളമാണ് കാരുണ്യവാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്? സഹോദരങ്ങളെ ചിന്തിക്കുക. അധ്യായം 238 അടിമയുടെ മഹത്വം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ യജമാനനെ സേവിക്കുകയും അല്ലാഹുവിന് നന്നായി ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്താൽ അടിമക്ക് 2 പ്രതിഫലമുണ്ട്. ബുഖാരി 5126 മുസ്ലിം 1664 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്വൃത്തനായ അടിമയ്ക്ക് 2 പ്രതിഫലമുണ്ട്. അബൂ ഹുറൈറയുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്. ധർമ്മയുദ്ധവും ഹജ്ജും എൻ്റെ മാതാവിനെ പരിചരിക്കേണ്ട ബാധ്യതയുമില്ലായിരുന്നെങ്കിൽ ഒരടിമയായി മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ബുഖാരി 5127 മുസ്ലിം 1665 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ഭംഗിയായ ആരാധന നിർവഹിക്കുകയും ഉടമയോടുള്ള കടമ നിറവേറ്റുകയും അവനെ അനുസരിക്കുകയും അവന് ഗുണകാംക്ഷിയാകുകയും ചെയ്യുന്ന അടിമയ്ക്ക് 2 പ്രതിഫലമുണ്ട്. ബുഖാരി 5128 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗത്തിന് 2 പ്രതിഫലമുണ്ട്. ഒന്ന് തന്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച വേദക്കാരും, 2 ഉടമയോടും അല്ലാഹുവിനോടുമുള്ള ബാധ്യത നിർവഹിച്ച അടിമകളെ, 3 തന്റെ അധീനതയിലുള്ള അടിമ സ്ത്രീയെ അദബും മറ്റാവശ്യമായതും പഠിപ്പിക്കുകയും അച്ചടക്കത്തിൽ വളർത്തുകയും ചെയ്ത ശേഷം മോചിപ്പിച്ച് വിവാഹം കഴിക്കുന്നവർ. ബുഖാരി 170 172 മുസ്ലിം 154 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദരിദ്രരുടെ പഠനകാര്യവും മറ്റും ഏറ്റെടുത്ത് പ്രയാസങ്ങൾ ദൂരീകരിച്ച് നല്ല സ്ഥിതിയിലെത്തിച്ച് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതും ഉത്തമ പ്രതിഫലമുണ്ട്. വിവാഹം കഴിക്കുന്നതും ഉത്തമ പ്രതിഫലമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണിതെല്ലാം. അധ്യായം 239 കലാപവേളയിൽ ആരാധനയുടെ മഹത്വം. നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലാപവേളയിലുള്ള ഇബാദത്ത് എൻ്റെ അടുത്തേക്കുള്ള ഹിജ്റക്ക് തുല്യമാണ്, മദീനയിലേക്കുള്ള ഹിജ്റക്ക് തുല്യമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുസ്ലിം 2948 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 240 വിനിമയത്തിലെ വിട്ടുവീഴ്ച. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന സർവ്വ സുഹൃതങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. സൂറത്തുൽ ബഖറ 215 ആയത്ത്. ജനങ്ങളെ, അളവും തൂക്കവും നീതി അനുസരിച്ച് നിങ്ങൾ പൂർത്തിയാക്കുക. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ കുറയ്ക്കാതിരിക്കുക. സൂറത്തുൽ ഹൂദിലെ 85 ആയത്ത്. ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ പൂർത്തിയായി വാങ്ങുകയും അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യുന്നവർക്ക് കഠിന ശിക്ഷയുണ്ട്. ഗൗരവമേറിയ ദിനത്തിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നില്ലേ? സർവ്വലോക രക്ഷിതാവിന്റെ മുമ്പിൽ ജനങ്ങൾ നിൽക്കുന്ന ദിവസമാണത്. സൂറത്തുൽ മുത്തഫിഫീൻ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ. 1367 ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു.
തന്നോട് വാങ്ങിയ കടം വീട്ടണമെന്ന് ആവശ്യപ്പെട്ടു. സൗഗൗരവം സംസാരിച്ചു. അവനോട് അതിന് പ്രതികാരം ചോദിക്കണമെന്ന് സഹാബികൾ കരുതിയപ്പോൾ നിങ്ങൾ അവനെ വിട്ടേക്കുക, കടം നൽകിയവന് സംസാരിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശാന്തനാക്കി. പിന്നെ അവിടുന്ന് അവനോട് താൻ വാങ്ങിയ ഒട്ടകത്തിൻ്റെ അതേ പ്രായമുള്ള ഒരു ഒട്ടകത്തെ അവന് കൊടുക്കാൻ സഹാബികളോട് നിർദ്ദേശിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അവൻ്റെ ഒട്ടകത്തേക്കാൾ മെച്ചപ്പെട്ടതല്ലാതെ അതിന് സമാനമായത് ഞങ്ങളുടെ വശമില്ലല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അത് നൽകുക. നല്ല നിലയിൽ കടം വീട്ടുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. ബുഖാരി 4394 മുസ്ലിം 1601 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിൽപ്പന നടത്തുമ്പോഴും വാങ്ങുമ്പോഴും കടം വീട്ടുമ്പോഴും വിട്ടുവീഴ്ച കാണിക്കുന്ന വ്യക്തിയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബുഖാരി 4260 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തിലെ ക്ലേശങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തണമെന്ന് താല്പര്യമുള്ളവർ നിർധനന് അവധി നൽകുകയോ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യട്ടെ. മുസ്ലിം 1563 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് കടം നൽകുന്ന ഒരാളുണ്ടായിരുന്നു. ഞെരുക്കമുള്ളവനാണ് നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ അവന് വിട്ടുവീഴ്ച ചെയ്യണമെന്നും എന്നാൽ അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്നും അദ്ദേഹം ഭൃത്യനോട് പറയാറുണ്ടായിരുന്നു. മരണാനന്തരം അദ്ദേഹം അല്ലാഹുവിനെ വിട്ടുവീഴ്ച ചെയ്യുന്നവനായി ദർശിച്ചു. ബുഖാരി 4262 മുസ്ലിം 1562 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻഗാമികളിൽ ഒരാൾ വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ അയാളിൽ ഒരു സുഹൃതവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ധനികനായിരുന്ന അയാൾ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും പ്രയാസമുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ തൻ്റെ ഭൃത്യരോട് കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അക്കാരണത്താൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവനേക്കാൾ അർഹൻ ഞാനാണ്. അതിനാൽ നിങ്ങൾ അവന് വിട്ടുവീഴ്ച ചെയ്യുക എന്ന് അല്ലാഹു മലക്കുകളോട് നിർദ്ദേശിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് കടം നൽകുന്ന ഒരാളുണ്ടായിരുന്നു. ഞെരുക്കമുള്ളവനാണ് നിന്നെ സമീപിക്കുന്നതെങ്കിൽ അവന് വിട്ടുവീഴ്ച ചെയ്യണമെന്നും എന്നാൽ അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്നും അദ്ദേഹം ഭൃത്യനോട് പറയാറുണ്ടായിരുന്നു. മരണാനന്തരം അല്ലാഹു അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്നവനായിട്ട് മരണാനന്തരം അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതായിട്ട് അദ്ദേഹം ദർശിക്കുകയുണ്ടായി. ബുഖാരി 4262 മുസ്ലിം 1562 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, തന്റെ അടിമകളിൽ സമ്പന്നനായ ഒരാളെ ഹാജരാക്കി അല്ലാഹു ചോദിച്ചു, നീ ലോകത്ത് എന്താണ് ചെയ്തത്? അല്ലാഹുവിൽ നിന്ന് ഒരു സംഗതിയും മറച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. അയാൾ പറഞ്ഞു, നാഥാ, നീ എനിക്ക് ധനം നൽകി, ഞാൻ അതുകൊണ്ട് ജനങ്ങളുമായി ഇടപാട് നടത്തി. വിട്ടുവീഴ്ച മനോഭാവക്കാരനായ ഞാൻ ഞെരുക്കക്കാരന് അവധി കൊടുക്കുകയും ധനികന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു അവനോട് പറഞ്ഞു, നിന്നേക്കാൾ വിട്ടുവീഴ്ച ചെയ്യാൻ അർഹൻ ഞാനാണ്. അതിനാൽ മലക്കുകളെ, എൻ്റെ ഈ അടിമയോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. ഉഖബാ റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വാക്കുകൾ ഞങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. മുസ്ലിം 29,560 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് ഒരു ഒട്ടകത്തെ വാങ്ങി അതിന്റെ വില തൂക്കി കണക്കാക്കി അതിലും അല്പം കൂടുതൽ കൊടുക്കാൻ അവിടുന്ന് നിർദ്ദേശിച്ചു. ബുഖാരി 4269 മുസ്ലിം 3223 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുബൈദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞാനും മഗ്റമയും റളിയല്ലാഹു അൻഹു ബഹ്റൈനിലെ അജറിൽ നിന്ന് പട്ടി ഇറക്കുമതി ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്ന് ഒരു പൈജാമയ്ക്ക് വില പറഞ്ഞു. ചരക്കുകൾ തൂക്കി കണക്കാക്കുന്ന ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു എനിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ വില തൂക്കി കണക്കാക്കി അല്പം കൂടുതൽ എടുത്തുകൊള്ളാൻ നിർദ്ദേശിച്ചു. അബൂ ദാവൂദ് 3336 തിർമിദി 1305 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
അധ്യായം 241 ജ്ഞാനത്തിന്റെ മഹത്വം. അള്ളാഹു പറഞ്ഞു, താങ്കൾ പറയൂ, നാഥ എനിക്ക് കൂടുതൽ ജ്ഞാനം നൽകണമേ. താങ്കൾ പറയുക, ജ്ഞാനമുള്ളവരും ഇല്ലാത്തവരും തുല്യരാകുമോ? സൂറത്തു സുമർ 9-ാമത്തെ ആയത്ത്. ആദ്യം പറഞ്ഞ സൂറത്തു ത്വാഹയിലെ 114-ാമത്തെ ആയത്ത്. നിങ്ങൾ ഈമാനുള്ളവരെയും ജ്ഞാനം ലഭിച്ചവരെയും വിവിധ പദവികളിലേക്ക് അല്ലാഹു ഉയർത്തും. നിങ്ങളിൽ ഈമാനുള്ളവരെയും ജ്ഞാനം ലഭിച്ചവരെയും വിജ്ഞാനം ലഭിച്ചവരെയും വിവിധ പദവികളിലേക്ക് അല്ലാഹു ഉയർത്തും. സൂറത്തുൽ മുജാദല 11-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ അടിമകളിൽ അവനെ ഭയപ്പെടുന്നത് വിജ്ഞാനികൾ മാത്രമാണ്. സൂറത്തുൽ ഫാത്തിർ 28. മുആവിയ റളിയല്ലാഹുവിന്റെ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തിക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മതകാര്യത്തിൽ പണ്ഡിതനാക്കും. ബുഖാരി 1:150, 15, 6-ലും 6:152-ലും മുസ്ലിം 1037-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 പേരുടെ കാര്യത്തിൽ മാത്രമേ അസൂയ പാടുള്ളൂ. ഒന്ന്, അള്ളാഹു ധനം നൽകിയിട്ട് അത് സന്മാർഗത്തിൽ ചെലവഴിക്കാൻ അധികാരം ലഭിച്ചവൻ. 2, അള്ളാഹു ഹിക്മത്ത് നൽകിയിട്ട് അതനുസരിച്ച് വിധിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന്. ബുഖാരി 1:152-ലും 153-ലും മുസ്ലിം 816-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം നീങ്ങിക്കാണാനും അത് തനിക്കുണ്ടാകാനും ആഗ്രഹിക്കലാണല്ലോ നമ്മുടെ അസൂയ. ഇത് തെറ്റാണ് സഹോദരങ്ങളെ, ഇത് തെറ്റാണ്. അവനെപ്പോലെ തനിക്കുമാവണമെന്ന അഭിലാഷണമാണ് ഇവിടെ ഉദ്ദേശം. ഇതിൽ തെറ്റില്ല. ഇങ്ങനെ അഭിലഷിക്കാൻ പറ്റിയ കാര്യം ഇത് രണ്ടുമാണെന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വിജ്ഞാനം നൽകിയിട്ടുണ്ട്. ആ വിജ്ഞാനം എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് നമുക്ക് അസൂയപ്പെടാം. എനിക്കും അങ്ങനെ വിജ്ഞാനം ലഭിച്ചിരുന്നെങ്കിൽ, അതുപോലെ ഹിക്മത്തനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് നമുക്ക് അസൂയപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു ഒരാൾക്ക് ധനം നൽകി അദ്ദേഹം അതാ പാവപ്പെട്ടവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു. എനിക്കും അതുപോലെ സാധിക്കുന്നില്ലല്ലോ. എനിക്ക് അയാളോട് അസൂയ തോന്നുകയാണ്. എന്തുകൊണ്ട്? അയാൾ ധനവാനായതിന്റെ പേരിലല്ല, അദ്ദേഹം ധനം പാവപ്പെട്ടവർക്ക് ചെലവഴിക്കുന്നതിന്റെ പേരില് നമുക്ക് അദ്ദേഹത്തോട് അസൂയ വെക്കാമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അബൂ മൂസാ റളിയല്ലാഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു സ്ഥലത്ത് ചെയ്ത കനത്ത മഴ പോലെയാണ്. ആ പ്രദേശത്ത് നല്ല ഭാഗം ആ വെള്ളം വലിച്ചെടുത്ത് ധാരാളം സസ്യങ്ങളെയും പുൽച്ചെടികളെയും മുളപ്പിച്ചു. ഉറച്ച പ്രദേശത്ത് മഴവെള്ളം കെട്ടിനിൽക്കുകയും അതുമൂലം ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുകയും അതിൽ നിന്ന് കുടിക്കുകയും കുടിപ്പിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു. മറ്റൊരു ഭാഗം സമതല പ്രദേശമായിരുന്നു. അവിടെ വെള്ളം കെട്ടിനിൽക്കുകയോ സസ്യോൽപാദനം നടക്കുകയോ ചെയ്തില്ല. അള്ളാഹുവിനെ ദീൻ ഗ്രഹിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരുടെ ഉദാഹരണമാണ് ആദ്യത്തെ 2 എണ്ണം. തീരെ അതിലേക്ക് ശ്രദ്ധിക്കാതെ എന്നെ നിയോഗിച്ചയച്ച ഹിദായത്ത് സ്വീകരിക്കാത്തവരുടെ ഉദാഹരണമാണ് അവസാനത്തേത്. എന്താണ് ആദ്യത്തേത്? ആ പ്രദേശം ഒരു സ്ഥലത്ത് കനത്ത മഴ പെയ്തു. ആ പ്രദേശത്ത് നല്ല ഭാഗം ആ വെള്ളം വലിച്ചെടുത്തു. അഥവാ വിജ്ഞാനം നല്ല നിലയിൽ അദ്ദേഹം അത് മുകർന്നു. ധാരാളം സസ്യങ്ങളും പുൽച്ചെടികളും മുളപ്പിച്ചു. ധാരാളം സസ്യങ്ങളൊക്കെ മുളപ്പിച്ചു. ആ വിജ്ഞാനം മറ്റുള്ളവരിലേക്കൊക്കെ പകർന്നുകൊണ്ട് ആ മഴവെള്ളത്തെ സ്വീകരിച്ച പോലെ അത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ള സസ്യജലാദികളൊക്കെ മുളപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ വിജ്ഞാനം അത് മുകരുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, അതാണ് ആദ്യത്തെ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം എന്താ? ഉറച്ച പ്രദേശത്ത് മഴവെള്ളം കെട്ടി നിൽക്കുകയും അതുമൂലം ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുകയും അതിൽ നിന്ന് കുടിക്കുകയും കുടിപ്പിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു. ഉറച്ച സ്ഥലത്ത് വെള്ളം കെട്ടി നിന്നു, വെള്ളത്തെ സ്വീകരിച്ചു. പക്ഷെ ആ വെള്ളം ആ ഭൂമി ഉപയോഗപ്പെടുത്തിയില്ല. പകരം അതങ്ങനെ കെട്ടിവെച്ചിട്ട് ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് മാറി. ജനങ്ങളൊക്കെ അതുകൊണ്ട് ഉപകാരപ്പെട്ടു. അദ്ദേഹത്തിന് ഇൽമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായ ജീവിതത്തിൽ ആ ഇൽമിനെ ഉൾക്കൊണ്ടില്ല. ആ ഇൽമിന് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടില്ല. എന്നാൽ അദ്ദേഹം അത് എന്ത് ചെയ്തു? ആ ഇൽമ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു. പക്ഷെ മറ്റുള്ളവരൊക്കെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തതാണ് രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തെ ഉദാഹരണം എന്താ? ഇൽമുണ്ട്, ഇൽമ കേൾക്കും, പക്ഷെ അയാൾ അത് സ്വീകരിക്കില്ല. ഏതുപോലെ?
സമതല പ്രദേശമായ ഒരു പ്രദേശത്തെ പോലെ അവിടെ വെള്ളം കെട്ടി നിൽക്കുകയോ സസ്യോൽപാദനം നടക്കുകയോ ചെയ്തില്ല. അതാണ് അള്ളാഹുവിന്റെ ദീന്. വന്നപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കാനും തയ്യാറായില്ല. മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തില്ല. രണ്ടുമില്ലാത്തതായിക്കൊണ്ട് ഒരു വിഭാഗത്തിൽ പെടുകയാണ് അദ്ദേഹം. അങ്ങനത്തെ 3 വിഭാഗമാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് ആദ്യത്തെ വിഭാഗത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യത്തെ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിജ്ഞാനം നുകരുകയും ആ വിജ്ഞാനം ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതിനുശേഷം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹൽ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹുവാണ് നീ മുഖേന ഒരു മനുഷ്യൻ സന്മാർഗിയാകുന്നത് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ നിനക്കുത്തമമാണ്. ബുഖാരി 58-ലും മുസ്ലിം 2406-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തില് വളരെ അപൂർവമായ ഒരു അമൂല്യ സമ്പത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ നിനക്കുത്തമമാണ് നീ കാരണം ഒരാൾ സന്മാർഗം പ്രാപിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മൾ കാരണമായിട്ട് ഒരാളെങ്കിലും സന്മാർഗം പ്രാപിക്കാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മൾ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ മറ്റുള്ളവരൊക്കെ സന്മാർഗത്തിൽ പ്രവേശിക്കട്ടെ. നമ്മളും അതിനോടൊപ്പം തന്നെ സന്മാർഗത്തിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസനായി മാറുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസനായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിൽ നിന്ന് ഒരു ആയത്താണ് ഗ്രഹിച്ചതെങ്കിൽ അത് നിങ്ങൾ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുക. ഇസ്രായേലിനെ പറ്റി നിങ്ങൾ ഉദ്ധരിക്കുന്നതിൽ തെറ്റില്ല. ബോധപൂർവം എൻ്റെ മേൽ നുണ പറയുന്നവൻ തന്റെ ഇരിപ്പിടം നരകത്തിൽ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ബുഖാരി 6631 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ജ്ഞാനസമ്പാദന സരണിയിൽ പ്രവേശിച്ചവന് സ്വർഗത്തിലേക്കുള്ള സരണി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. മുസ്ലിം 2699 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് കെട്ടിപ്പറഞ്ഞാൽ അവൻ ഇരിപ്പിടം നരകത്തിൽ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് താക്കീത് നൽകുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. ഇസ്രായേലിൽ നിന്ന് ഉദ്ധരിക്കാൻ അനുവാദം ലഭിച്ച കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഉദ്ധരിക്കാനുള്ള അനുമതി അല്ലാഹുവിന്റെ റസൂൽ തന്നിട്ടുള്ളത്. അല്ലാത്ത കാര്യങ്ങൾ ഉദ്ധരിക്കാൻ പാടില്ല. ഇസ്ലാം മതത്തിൽ സ്പഷ്ടമായ കാര്യങ്ങളിൽ ഇസ്രായേലിൽ നിന്ന് തെളിവ് പരതേണ്ടതില്ല. ഇസ്ലാമിൽ ഒരു കാര്യം നിർബന്ധമായിരിക്കുന്ന ഇസ്ലാം വളരെ വ്യക്തമാക്കി തന്ന ഒരു കാര്യത്തിന്റെ പേരിൽ ഇസ്രായേലിൽ നിന്ന് തെളിവ് പരതേണ്ടതില്ല എന്ന് ഈ ഹദീസിലൂടെ ചുരുക്കമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു ആയത്താണെങ്കിൽ എന്നിൽ നിന്ന് പഠിച്ചതെങ്കിൽ അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽസരണിയിലേക്ക് ക്ഷണിക്കുന്നവന് തന്നെ പിൻപറ്റുന്നവരുടെ പ്രതിഫലവും ലഭിക്കും. അവരുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയുകയുമില്ല. മുസ്ലിം 2674 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളൊഴികെയെല്ലാം നിലച്ചു പോകും. പ്രതിഫലം തുടർന്നുകൊണ്ടിരിക്കുന്ന ദാനം,
ഉപകാരപ്രദമായ ജ്ഞാനം, അവന്റെ ഗുണത്തിൽ പ്രാർത്ഥിക്കുന്ന സന്താനങ്ങള് എന്നിവയാണ് അവശേഷിക്കുന്ന കാര്യങ്ങള്. മുസ്ലിം 1631 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം, അള്ളാഹുവിന്റെ ദിക്റും അതിൽ സഹായകമാകുന്ന കാര്യങ്ങളും മതപണ്ഡിതനും മതവിദ്യാർത്ഥിയുമല്ലാത്ത ഈ ദുനിയാവിലെ സർവ്വതും ശാപവിധേയമാണ്. തിർമിദി 2323 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്മരിക്കലും ജപിക്കലും ദിക്റാണ്. പഠിക്കുന്നത് പ്രാവർത്തികമാക്കുന്നവനാണ് പണ്ഡിതന്മാർ. ഇവിടെ പണ്ഡിതൻ എന്നതിന്റെ വിവക്ഷ. അനസ് റളിയല്ലാഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിജ്ഞാന സമ്പാദനത്തിന് പുറപ്പെട്ട വ്യക്തി തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. തിർമിദി 2649 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം സങ്കേതമായി തീരുന്നതുവരെ സത്യവിശ്വാസിക്ക് സുഹൃതങ്ങൾ കൊണ്ട് വയറു നിറയുകയില്ല. തിർമിദി 2687 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുഹൃതങ്ങൾ ചെയ്ത് മതിയാവുന്ന അവസ്ഥയുണ്ടാവില്ല, സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമേ മതി വരികയുള്ളൂ എന്ന് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്തനേക്കാൾ പണ്ഡിതനുള്ള മഹത്വം നിങ്ങളിൽ താഴ്ന്ന പദവിയിലുള്ളവനേക്കാൾ എനിക്കുള്ള മഹത്വം പോലെയാണ്. നിശ്ചയം ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് മലക്കുകളും ആകാശഭൂമി നിവാസികളിൽ അഖിലവും മാളങ്ങളിലെ ഉറുമ്പുകളും മത്സ്യങ്ങൾ പോലും പാപമോചനത്തിനർത്തിക്കുന്നതാണ്. അള്ളാഹു അവർക്ക് കരുണ ചെയ്യുന്നതുമാണ്. തിർമിദി 2686 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതവിജ്ഞാന സമ്പാദന മാർഗത്തിൽ പ്രവേശിക്കുന്നവന് സ്വർഗത്തിലേക്കുള്ള ഒരു പാത അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നിശ്ചയം മതവിദ്യാർത്ഥിയുടെ പ്രവർത്തനത്തോടുള്ള താല്പര്യം കാരണം മലക്കുകൾ അവർക്ക് ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ്. പണ്ഡിതന്റെ പാപമോചനത്തിന് വേണ്ടി ആകാശഭൂമിയിലുള്ളവരും വെള്ളത്തിലെ മത്സ്യവും പ്രാർത്ഥിക്കുന്നതാണ്. ഭക്തനേക്കാൾ പണ്ഡിതനുള്ള മഹത്വം നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള മഹത്വം പോലെയാണ്. മാത്രമല്ല ജ്ഞാനികളാണ് നബിമാരുടെ അനന്തരാവകാശികള്. നബിമാർ സ്വർണവും വെള്ളിയുമല്ല, മതവിജ്ഞാനമാണ് അനന്തര സ്വത്തായി വിട്ടേച്ചു പോയത്. അത് കരസ്ഥമാക്കിയവൻ മഹാഭാഗ്യവാനാണ്. അബൂ ദാവൂദ് 3641 3642 തിർമിദി 2683 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മിൽ നിന്ന് കേട്ട് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രബോധനം നടത്തുകയും ചെയ്തവരെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. നേരിട്ട് കേട്ട് പഠിച്ചവരെക്കാൾ പഠിച്ചവരിൽ നിന്ന് പഠിച്ച എത്രയെത്ര നല്ലവരുണ്ട്. തിർമിദി 2659 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ട് തനിക്കതറിയാമെന്നിരിക്കെ ആരെങ്കിലും മറച്ചു വെച്ചാൽ അഗ്നിയാലുള്ള ഒരു കടിഞ്ഞാണ് എന്റെ ദിനത്തിൽ അവനെ അണിയിക്കുന്നതാണ്. അബൂ ദാവൂദ് 3688 തിർമിദി 2651 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അള്ളാഹുവിന്റെ പ്രീതി നേടാൻ ഉതകുന്ന ജ്ഞാനം ഒരാൾ പഠിച്ചുവെന്ന് കരുതുക. അവനത് പഠിച്ചത് ഭൗതിക നേട്ടം ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം പോലും അന്ത്യദിനത്തിൽ ആസ്വദിക്കാനാവില്ല. സഹോദരങ്ങളെ, ചിന്തിക്കുക. അള്ളാഹുവിന്റെ പ്രീതി നേടാൻ ഉതകുന്ന ഒരു ജ്ഞാനം ഒരാൾ പഠിച്ചുവെന്ന് കരുതുക. അവനത് പഠിച്ചത് ഭൗതിക നേട്ടം ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം പോലും അന്ത്യദിനത്തിൽ ആസ്വദിക്കാനാവില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ജ്ഞാനം ഒറ്റയടിക്ക് പിൻവലിച്ചു കളയില്ല. പിന്നെ ജ്ഞാനികളുടെ മരണത്തിലൂടെയാണ് ജ്ഞാനം പിൻവലിക്കുന്നത്. അവസാനം ഒരു ജ്ഞാനിയും അവശേഷിക്കാത്ത സന്ദർഭം വരുമ്പോൾ ജനങ്ങൾ ഭോഷന്മാരെ നേതാക്കളാക്കും. മതകാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോൾ യാതൊരു വിവരവുമില്ലാതെ അവർ ഫത്വ നൽകും. അവർ പിഴക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. 174 175 മുസ്ലിം 2673 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. പല ആളുകളും തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ,
തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാറുണ്ട് സഹോദരങ്ങളെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുന്നവന് സംഘടനാ സെറ്റപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി, സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഗ്നിയാലുള്ള ഒരു കടിഞ്ഞാൺ അന്ത്യദിനത്തിൽ അവരെ അണിയിക്കുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സംഘടനയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല ആളുകളും പലതും മറച്ചു വെക്കാറുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക, നിങ്ങൾ പഠിച്ച ദീനുൽ ഇസ്ലാം പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാൽ നിങ്ങൾ അറിഞ്ഞ കാര്യം മറ്റുള്ളൊരാൾ നിങ്ങളോട് ചോദിച്ചിട്ട്, ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിട്ടും നിങ്ങളത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അഗ്നിയാലുള്ള ഒരു കടിഞ്ഞാണടിയിക്കുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സത്യം മാത്രം പറഞ്ഞിട്ടുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. സംഘടനാ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ പിരിവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അസത്യം വിളമ്പുകയും അസത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന ശിക്ഷയുണ്ടല്ലോ. അതെന്താണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അത്തരം പ്രവർത്തനങ്ങളിലൊന്നും പെടാതെ നല്ല രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുന്ന, മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുന്ന ഇഷ്ടദാസന്മാരായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും ആരംഭിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദുആയിലൊക്കെ ഈ പാപിയായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.